ഇത് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം പറളി. അധികമാരും കേട്ടിരിക്കാൻ വഴിയില്ലല്ലേ ആ ഒരു പേര്. വയലുകളും മലകളും കാവുകളും വലിയ വലിയ പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു തനി നാടൻ പാലക്കാടൻ ഉൾഗ്രാമം. ഇതും പാലക്കാടിൻ്റെ അതിമനോഹരമായ മറ്റൊരു ഗ്രാമമാണ്. ഇത്രയും ഭംഗിയുള്ള പറളിയിലെ അയ്യർമലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊടും കാട്ടിലൂടെയുള്ള ഈ ഒരു ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഈ കാണുന്ന മനോഹരമായൊരു വ്യൂ പോയിന്റിലേക്കാണ്. മഴയിൽ കുതിർന്നു കിടക്കുന്ന ഈ കാടൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു 1.5 മണിക്കൂർ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കിതാ ഈ കാണുന്ന അയ്യർമല വ്യൂ പോയിന്റ് വരെ പോയിട്ട് വരാം. ഈ കാണുന്നത് പാലക്കാടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമല്ലേ? നമ്മുടെ നെല്ലിയാമ്പതി സൈഡിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും കൊടും കാടാണ് ഈ ഒരു സൈഡിലുള്ളത്. അതുപോലെ തന്നെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കൊച്ചു ഗ്രാമവും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ നമ്മളെ എറണാകുളത്തു നിന്നുള്ള വഴിയൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഈസി ആയിട്ട് ഗൂഗിൾ മാപ്പിൽ നമുക്ക് അയ്യർമല സുബ്രഹ്മണ്യ ടെമ്പിൾ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ആൽമരത്തിന്റെ ചുവട്ടിലെത്തും. ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ട്രെക്കിങ് ആരംഭിക്കേണ്ടത്. മിക്കവാറും എല്ലാ ട്രക്കുകളും നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ നമ്മുടെ കൂടെ ഈ കാണുന്ന അസീമിക്കയും മുഫിയും ഉണ്ട്. ഈ കാണുന്നത് മലമ്പുഴ ഡാമിന്റെ റിസർവോയറിൽ നിന്ന് വരുന്ന കനാലാണ്. ഇന്നലെ രാത്രി അതിഭീകരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷമൊക്കെ നല്ല തണുത്ത് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. ഒരു 100 മീറ്റർ നടന്നു കാണണം. ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടു. നേരെ പോകേണ്ടതാണ് ശരിക്കും നമുക്ക് മലയിലേക്ക് പോകേണ്ടത്. പക്ഷെ റൈറ്റിലേക്ക് നോക്കിയപ്പം അവിടെ ചെറിയൊരു പഴയ തറവാട് പോലെ കണ്ടു. പാലക്കാടാണല്ലോ, നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു തറവാടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. വിചാരിച്ച പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള നല്ല പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പഴയ തറവാടിൻ്റെ രൂപം. പക്ഷേ ഇത് തറവാടായിരുന്നില്ല, ഇതൊരു അമ്പലമായിരുന്നു. ഈ അമ്പലത്തിൻ്റെ പേരാണ് പറളി സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇവിടെ എത്തിയപ്പോഴോ ഈ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര പ്രധാനപ്പെട്ട ഒരു അമ്പലമാണെന്ന്. ഏറെക്കുറെ 650 വർഷം പഴക്കമുണ്ട് ഈ ഒരു അമ്പലത്തിന്. ഈ ഒരു അമ്പലത്തിൽ നിന്ന് പഴനിയിലേക്ക് ഒരു തുരങ്കപാത ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് വിശ്വാസം. മലയുടെ കീഴിൽ തന്നെ ആയിട്ടും പല പല ഉരുളുപൊട്ടലുണ്ടായിട്ട് വരെ അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഒരമ്പലമാണിത്. എന്തായാലും നമുക്ക് മല കയറാനുള്ളതുകൊണ്ട് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമുക്ക് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെയുള്ള റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. റൈറ്റ് സൈഡ് റബ്ബർ എസ്റ്റേറ്റും ലെഫ്റ്റ് സൈഡിൽ തോട്ടവുമാണ്. ശരിക്കും ഈ ഒരു റബ്ബർ എസ്റ്റേറ്റ് കാണുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ, കാരണം കാറ്റടിച്ചിട്ട് ഈ റബ്ബറുകളൊക്കെ ചെരിഞ്ഞ് കിടക്കുകയാണ്. മഴയായിരുന്നിട്ട് കൂടി റബ്ബറൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നേരെ ഓടിപ്പോയിട്ട് ആ മുകളിൽ പോയിട്ടുള്ള വ്യൂ പോയിന്റ് കാണിക്കുക എന്നൊരു പരിപാടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കാടൊക്കെ ആസ്വദിച്ചുകൊണ്ട് അരുവികളോടൊക്കെ പതുക്കെ നടന്ന് ഈ കാട് എൻജോയ് ചെയ്ത് മുകളിലേക്ക് ട്രെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കൂടുതലുണ്ടാവുക. അങ്ങനെ നമ്മൾ ആ എസ്റ്റേറ്റിൽ നിന്ന് പതുക്കെ ഈ കാടിലേക്ക് കയറുകയാണ്. നടക്കുന്ന വഴിയൊക്കെ അത്യാവശ്യം മോശമായി തുടങ്ങി. ഇനി അങ്ങോട്ട് മൊത്തം ഇതേപോലെയുള്ള കല്ലും മണ്ണൊക്കെ നിറഞ്ഞ വഴികളാണ്. ഇവിടെ എത്തുന്നതോടുകൂടി ആദ്യത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മഴക്കാലം കഴിഞ്ഞൊരു സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. എന്നാലും ഇന്നലത്തെ ആ ഒരു മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഇവിടെ വെള്ളമുണ്ട്. ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല, കാരണം കലങ്ങിയിട്ടാണ് വരുന്നത്. ആദ്യത്തെ ഒരു റെസ്റ്റ് പോയിന്റ് എന്നോണം നമുക്ക് ശരിക്കും ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാരണം വളരെ പീസ്ഫുള്ളായിട്ട് കാട്ടിൽ വേറെ ആരും ഇല്ലാതെ ഇരിക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു സ്ഥലമാണിത്. മഴ പെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാറയൊക്കെ നല്ല വഴുതി കിടക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും കാട് കയറാൻ തുടങ്ങുകയാണ്. പാലക്കാട് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അസീമൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും കിടിലിനൊരു കാട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല.
മുഫിയായിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. ഓരോരോ വളവ് തിരിയുമ്പോഴും കാടിൻ്റെ ഓരോ ടൈപ്പുള്ള ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. കാടിൻ്റെ ആ ഒരു ശബ്ദമായിരുന്നു ഏറ്റവും പ്രധാനം. വലിയ വന്യമൃഗങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെ കാട്ടിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. നമ്മളെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഒരു 8:30-9 മണിക്കൊക്കെയാണ് നമ്മൾ കയറാൻ ആരംഭിച്ചത്. ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോഴത്തേക്ക് ചെറിയ തോതിൽ വെയിലൊക്കെ വന്നു തുടങ്ങി. പകുതി പോലും കയറി എത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇതേ മുകളിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവരെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണത്. വെളിച്ചം ഉള്ളിലേക്ക് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണിതാ ഈ കാണുന്നത്. മുഫി ഫിസിക്കലി അത്യാവശ്യം നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ആശാൻ ആദ്യം തന്നെ ചറവറാന്ന് പറഞ്ഞിട്ട് കയറി അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു സ്ഥലം കാണുമ്പം ഇതേപോലെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഈ കാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകതയത്, ഓരോ മരത്തിൻ്റെ ഷേപ്പുകൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ വളരുന്നതെന്ന് തോന്നിപ്പോകും നമുക്ക്. ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് ആ ഒരു മഞ്ഞ് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഫെയ്ഡ് രൂപത്തിലായിരുന്നു നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം വരുന്നത്. ഈ ഒരു അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മലയ്ക്ക് അയ്യർമല എന്നുള്ള പേര് വന്നത്. അധികം വലിയൊരു അമ്പലമൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പിലുള്ള ഒരു അമ്പലമാണ്. താഴെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ വരെ എത്തുന്നതിൻ്റെ ഏറെക്കുറെ കറക്റ്റ് പകുതിയിലാണ് ഈ അയ്യപ്പൻ്റെ അമ്പലം ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്തരീക്ഷത്തിൽ ഒരു ഫെയ്ഡായിട്ട് മഞ്ഞിങ്ങനെ മൊത്തത്തിൽ മാറാതെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു രസമായിരുന്നു ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ കാണാൻ. കൂടെ ആ സൂര്യപ്രകാശം ആ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ വരുമ്പോൾ കിട്ടിലിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഫൈനലി നമ്മുടെ കാട് കഴിഞ്ഞ് നമ്മൾ ആ പാറയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഒടിച്ചിട്ട് തെന്നിക്കിടക്കുന്നവർ തോന്നും, പക്ഷെ അത്ര സ്ലിപ്പറി ഒന്നുമല്ല. മാത്രമല്ല നല്ല സ്റ്റീപ്പാണ് താഴേക്ക്, അതുകൊണ്ട് വീഴാന്നൊരു പേടിയുണ്ടാവും. പക്ഷേ വലിയ സീനൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് കയറി മുകളിലേക്ക് പോവാം. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. നല്ല പച്ചപ്പും ഹരിതാഭയും, അതുപോലെ തന്നെ വേറെ മരങ്ങളൊന്നുമില്ല. ഓപ്പൺ ആയിട്ട് താഴേക്ക് പാലക്കാടിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. താഴേന്ന് കാട്ടിൽ നിന്ന് കണ്ട പയ്യന്മാർ പറഞ്ഞത് അവർ കയറിയപ്പം ഇവിടെ കംപ്ലീറ്റ് മഞ്ഞായിരുന്നു, ഒന്നും കാണാനില്ല എന്നാണ്. പക്ഷെ നമ്മൾ വന്നത്തേക്ക് ആ മഞ്ഞ് ഏറെക്കുറെ അങ്ങ് പോയതുകൊണ്ട് തന്നെ താഴേക്കുള്ള കാഴ്ചയും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അതിഗംഭീരമായിട്ട് കിട്ടി. ശരിക്കും നമ്മളൊരു 1.5 മണിക്കൂർ മുന്നേ ട്രെക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ലൊരു മഞ്ഞും കാണാൻ പറ്റിയേനെ. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ട് അതിങ്ങനെ മാറുന്നതും കാണാൻ പറ്റുമായിരുന്നു. ഏറെക്കുറെ 1.5 മണിക്കൂർ ട്രെക്ക് ചെയ്ത് നമ്മളിതാ അങ്ങനെ ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പാലക്കാട് പറളിയിലുള്ള സാക്ഷാൽ അയ്യർമല. ഈ മലയുടെ ചുറ്റോട് ചുറ്റുമായിട്ട് മൊത്തം കൃഷിയിടങ്ങളും അതേപോലെ തന്നെ ഗ്രാമങ്ങളുമാണ്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക്, അതായത് ഈ മലയുടെ അടുത്തൊരു എൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്ന പുല്ല് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ലൊരു ഭംഗിയാണ്. ശരിക്കും ഇങ്ങനെ ഒരു പരവതാനി വിരിച്ച പോലെ പാറയുടെ മുകളിൽ ആ പുല്ല് മാത്രം നിൽക്കുന്ന കാണാൻ കിട്ടില്ലെന്നൊരു ഫീലാണ്.
ദാ അടുത്തൊരു വ്യൂ പോയിന്റ് എത്തി, കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ല മൊത്തത്തിൽ കാണാൻ പറ്റും. മുഫിക്ക് മൊത്തത്തിൽ കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. അവന് നമ്മുടെ വീടിൻ്റെ സൈഡ് എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവൻ അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാ ആ മുന്നിൽ കാണുന്ന ഫോറസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറി വന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ വിട്ടുപോയി, ഇവിടെ നിറയെ തുമ്പികളാണ്. നമ്മൾ മുന്നിൽ കൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ തുമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്നത് കാണാൻ പറ്റും. അസീമക്ക് പിന്നെ ഏത് മലയുടെ മുകളിലാണെങ്കിലും അത് ഓഫീസാണെന്നാണ് വിചാരം. ഫുൾ ടൈം കോൾ. കണ്ടില്ലേ, താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള പോലെ തന്നെ വയലുകൾ നിറഞ്ഞ പാലക്കാടാണ് കാണുക. ദൂരെ ആ കാണുന്ന തെങ്ങുകളുടെ താഴെ ചെറിയൊരു ഷെഡുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ആ കണ്ടതുപോലെ തന്നെ ഇവിടെ എല്ലാ കൃഷിയിടങ്ങളിലും ഇതേപോലെ തന്നെ ചെറിയൊരു ഷെഡ് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അയ്യർമലയിലെ ഏകദേശം എല്ലാ കാഴ്ചകളും കണ്ട് തീർത്തതിന് ശേഷം തിരിച്ചിറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരൊന്നും പറയും, അയ്യർമല കയറി ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഫുൾ ടീമുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ആ കാണുന്ന ആ ഒരു മലകൾ കണ്ടോ? ആ മലകളാണ് വാളയാർ ഏരിയയിലുള്ള മലകൾ. നമ്മളങ്ങനെ ആ ഒരു കാട് മൊത്തം തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ താഴെ കാർ വെച്ച ഒരു ആൽമരത്തിൻ്റെ ചുവടുണ്ടായിരുന്നില്ലേ, അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ചേട്ടന്മാരൊക്കെ വിറകൊണ്ടൊക്കെ പോകുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. പുതിയ ടൈപ്പിലുള്ള 1-2 വീടുകളൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ തനി പഴയ രൂപത്തിലുള്ള ഒരു ഏരിയ ആണിത്. രാവിലെ ഈ മല കയറാൻ വേണ്ടി വരുമ്പം ഇത് ഫുൾ വ്ളോഗായിട്ട് എടുക്കണമെന്നൊരു ഡൗട്ടിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴികളൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദാ ഇങ്ങനെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ രാവിലെ വന്നത് കേട്ടോ. ഒരു സൈഡിൽ കനാലാണ്, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ അയ്യർമലയിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹാപ്പി. ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്.